വാസ്തുപുരുഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. വാസ്തുപുരുഷനെ പറ്റിയുള്ള കഥകളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത് പുരാണങ്ങളിലാണ്. എന്നാലും എത്ര പേർക്കറിയാം ആരാണ് ഈ വാസ്തുപുരുഷൻ എന്ന്? വാസ്തുപുരുഷനെ പറ്റി എനിക്കറിയാവുന്ന ഒരു ചെറിയ കഥയാണ് ഞാൻ നിങ്ങളോടിന്ന് പറയുന്നത്. അപ്പം നമുക്ക് കഥ കേൾക്കാം. ദേവന്മാർക്കും അസുരന്മാർക്കും തുല്യ ശക്തിയാണ്. അങ്ങനെയുള്ള അവർ എത്ര കാലം യുദ്ധം ചെയ്താലും ആരും തോൽക്കുകയുമില്ല, ആരും ജയിക്കുകയുമില്ല. അങ്ങനെ ഒരിക്കൽ ദേവാസുര യുദ്ധം നടക്കുന്ന സമയം വന്നപ്പോഴാണ് വിഷ്ണു ഭഗവാൻ ദേവന്മാരോട് കൂടെ കൂടിയത്. അങ്ങനെ വന്നപ്പോൾ ദേവന്മാരുടെ ഭാഗത്ത് ശക്തി കൂടുകയും അസുരന്മാർ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു. എന്നാൽ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് ഇതത്ര രസിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? വലിയൊരു ഹോമകുണ്ഡം കൂട്ടി ഹോമം ചെയ്യാൻ ആരംഭിച്ചു. ഓരോരോ വസ്തുക്കളായി ഹോമിച്ച് ഒരിക്കൽ ഒരു ആടിനെ ഹോമിച്ചു. ആടിനെ ഹോമിക്കുന്നതിനോടൊപ്പം ഹോമകുണ്ഡത്തിലേക്ക് ഒരു വിയർപ്പ് തുള്ളി അറിയാതെ വീണു. അപ്പോൾ ഒരു രാസമാറ്റം സംഭവിക്കുകയും തൽഫലമായി ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഒരു ഭൂതം പുറത്തേക്ക് വന്നു എന്നും പറയപ്പെടുന്നു. ഭൂതത്തിന് ആടിന്റെ മുഖമായിരുന്നു. അതാണ് വാസ്തുപുരുഷൻ എന്നാണ് സങ്കല്പിച്ചിട്ടുള്ളത്. എന്നാൽ ശുക്രാചാര്യരുടെ വിയർപ്പിൽ നിന്ന് അവതരിച്ചതിനാലാണ് അതിന് ശുക്രന്റെ മകന്റെ സ്ഥാനമുണ്ടായത്. ഒരു തീഗോളം പോലെ പുറത്തു വന്ന ആ രൂപം ശുക്രാചാര്യരോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് എന്റെ ജന്മം? എന്താണ് എന്റെ അവതാര ഉദ്ദേശം? ശുക്രാചാര്യർക്ക് സംശയമൊന്നുമില്ലായിരുന്നു. സകല ദേവന്മാരെ നിഗ്രഹിച്ചു കൊള്ളാൻ ഉടനടി പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ആ രൂപം ദേവന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ദേവന്മാർ ഭയന്നിരിക്കുകയാണ്. അവർ വേഗം പരമശിവനെ സമീപിച്ചു, മാർഗം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, വിഷമിക്കാനൊന്നുമില്ല, എൻ്റെ കയ്യിലുമുണ്ടൊരു തീഗോളം. ഇത് പറഞ്ഞ് അദ്ദേഹം തന്റെ മൂന്നാം തൃക്കണ്ണു തുറന്നു. ഒരു അഗ്നിഗോളം ആ തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ടു. ആദ്യം ശുക്രാചാര്യരെയും പിന്നെ വാസ്തുപുരുഷനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാണ് പരമശിവൻ ആ ഗോളത്തെ പറഞ്ഞു വിട്ടത്. ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഗൗരവം മനസ്സിലാക്കി സ്വയം ചെറുതായി പരമശിവന്റെ ചെവിയിൽ കൂടി കയറി അദ്ദേഹത്തിന്റെ വയറ്റിൽ ഒളിച്ചിരുന്നു. ശിവൻ തൊടുത്തുവിട്ടത് ശിവന്റെ വയറിനെ നശിപ്പിച്ചാലേ തന്നെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ കാര്യം പരമശിവനും മനസ്സിലായി. പരമശിവൻ ആചാര്യനോട് പറഞ്ഞു, നിന്റെ സൂത്രം എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ ഇനിയൊന്നും ചെയ്യില്ല. നീ പുറത്തേക്ക് വന്നോളൂ. എന്ത് വരം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആചാര്യൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എൻ്റെ ഒരു സന്തതി അങ്ങയച്ച അഗ്നികുളത്തെ ഭയന്ന് ഓടി നടക്കുകയാണ്. അതിനെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി. പരമേശ്വരൻ സമ്മതിച്ചു. പേടിയോടെ വാസ്തുപുരുഷൻ പരമശിവന്റെ അടുത്തേക്ക് വന്നു. ശിവൻ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഭൂമിയിൽ പോയിരിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി എന്ന് വാസ്തുപുരുഷൻ പറഞ്ഞു. എന്നെ ആരും പൂജിക്കേണ്ട, പക്ഷേ എൻ്റെ ദേഹത്തിൽ ബ്രഹ്മാദി ദേവന്മാരെല്ലാം വന്നിരിക്കണം. അവരെല്ലാവരും എന്നെ പൂജിക്കണം. അവരെ പൂജിച്ചു കഴിഞ്ഞാൽ ആരും എന്നെ ഉപേക്ഷിക്കില്ലല്ലോ. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ശിവൻ വാസ്തുപുരുഷനെ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇന്ന് നമ്മളെ ശാസ്ത്രം എന്താണ് പഠിപ്പിക്കുന്നത്? ഭൂമി സൂര്യനിൽ നിന്നും പൊട്ടിപ്പോകുന്ന ഒരു കഷ്ണമാണെന്നാണ്. അപ്പോൾ ആ തീകുണ്ഡം എന്ന് പറയുന്നത് സൂര്യനായിരിക്കാം. അതിൽ നിന്നും പൊട്ടിപ്പോകുന്ന ഒരു കഷ്ണമാണെന്ന് പറഞ്ഞാൽ അത് വാസ്തുപുരുഷൻ എന്ന തീഗോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെ തവിപ്പിച്ച് നമുക്ക് ഉപയോഗമാക്കി തീർത്തിരിക്കുകയാണ്. ഈ വാസ്തുപുരുഷ പൂജയിൽ അഥവാ വാസ്തുബലിയിൽ ബലി കൊടുക്കുന്നത് ഈ ദേവന്മാർക്കാണ്. ദേവന്മാരെ സന്തോഷിപ്പിച്ചാൽ ഈ ദോഷങ്ങളെ അമർച്ച ചെയ്യാമെന്നാണ് അതിനർത്ഥം. ഭൂമിയിൽ എന്തൊക്കെ നമുക്ക് വിപരീതമായിട്ടുണ്ടോ അതെല്ലാം നിർവീര്യമാക്കി നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ. വാസ്തുബലിയിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഭൂമിയിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അത് തീർത്ത് നമുക്ക് ഉപയോഗമാക്കി തീർക്കേണ്ട ഒരു ക്രമമാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് ആദ്യം വാസ്തുബലി നടത്തണമെന്ന് പറയുന്നത്. വാസ്തുബലി എന്ന് പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ വാവിന് ബലിയിടുന്നത് പോലെയാണ്. നമ്മൾ നമ്മുടെ പിതൃക്കളെ പ്രീതിപ്പെടുത്തുകയാണല്ലോ വാവുബലിയിലൂടെ. ഇതാവട്ടെ ഭൂമിയിലുള്ള നമ്മുടെ സ്ഥലത്ത് അഥവാ വാസ്തുവിലുള്ള ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയാണ്. ദോഷമുള്ള സന്നിധാനങ്ങളെയെല്ലാം അമർച്ച ചെയ്യുകയാണ്. സാന്നിധ്യങ്ങളെയെല്ലാം അമർച്ച ചെയ്തതിനപ്പുറം ഭൂമി ഒരു ചൈതന്യ സ്ഥാനമായി കണക്കാക്കുകയും അതിൽ ചൈതന്യ വർദ്ധിക്കായി കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. വാസ്തുപുരുഷ എന്നാൽ ഭൂമിപൂജ തന്നെയായി മാറുന്നു. അപ്പോൾ വാസ്തുപുരുഷനെ ഭൂമിയിൽ നിന്ന് വേറിട്ട് കാണാനാവാത്ത സ്ഥിതിയാണ്. ഭൂമി തന്നെയാണ് ഒരു കണക്കിന് നോക്കിയാൽ വാസ്തുപുരുഷൻ.